ജോർജ് ജോസഫ് സാറ്, വീണ വിജയനെതിരായ കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ, ഹവാല ഇടപാട് അന്വേഷണങ്ങൾ ഇപ്പോൾ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിലേക്കും കൂടി നീങ്ങുകയാണല്ലോ. റിയാസിൻ്റെ സുഹൃത്തുക്കളും CPM നേതാക്കളുമായ പലരും വഴി പണം പല വഴി കൈമാറിയെന്നാണ് ED പറയുന്നത്. റിയാസിനെയും ചോദ്യം ചെയ്യുമോ ഉടൻ? താങ്കൾ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? തീർച്ചയായിട്ടും വീണയുടെ പേരിൽ വന്ന പല ട്രാൻസാക്ഷനും തീർച്ചയായിട്ടും ഭർത്താവായ റിയാസിന് പങ്കുണ്ട്. അതിലേക്ക് തന്നെയാണ് ED ഇപ്പം നടക്കുന്നത്. കാരണം റിയാസിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ DYFIയുടെ ചില നേതാക്കന്മാരുടെയും വീടുകളിൽ 8-9 സ്ഥലത്താണ് 2-3 ദിവസം റെയ്ഡ് നടന്നത്. കാരണം റിയാസിൻ്റെ എലക്ഷൻ ഫണ്ട് എത്ര കോടി രൂപ ചിലവായി, ആ പൈസ എവിടുന്ന് വന്നു, അതുപോലെ റിയാസിനെ വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ആ പണത്തിൻ്റെ സോഴ്സ് 85 ലക്ഷം രൂപ അങ്ങ് വിദേശത്തേക്ക് പോയി. അതോടൊപ്പം തന്നെ 20 കോടി രൂപ എവിടുന്ന് വന്നു. അത് വീണ വിജയൻ അക്കൗണ്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. റിയാസിന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന് എൻ്റെ വീട് ഈ തുടക്കത്തിലെ CMRലും എക്സാലോയ്ക്കും തമ്മിലുള്ള ഇടപാടിലൊക്കെ വീണ വിജയൻ്റെ വീടൊക്കെ റെയ്ഡ് ചെയ്തപ്പം അന്ന് മുഹമ്മദ് റിയാസിൻ്റെ വീട് പേരിന് മാത്രം ഒന്ന് റെയ്ഡ് ചെയ്തു. പക്ഷേ പിന്നീട് അവർ ED തയ്യാറെടുപ്പോടുകൂടി വന്ന് അവർക്ക് ലഭിച്ച വിവരങ്ങളും അതേസമയത്ത് മുൻ മുഖ്യമന്ത്രിയുടെ വീട് വസതി റെയ്ഡ് ചെയ്തപ്പോൾ ലഭിച്ച വീണയുടെ ഡയറിക്കകത്തുള്ള ചില കണ്ടൻസുകൾ വെച്ചിട്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് റിയാസ് കുരുങ്ങിയത്. ഇപ്പോൾ റിയാസും വീണ വിജയനെ പോലെ തന്നെ കുരുങ്ങി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാർ, ഇവിടെ ഈ റിയാസിൻ്റെ സുഹൃത്തിൻ്റെ പേരിലുള്ള സിം കാർഡാണ് വീണ വിദേശ ആശയവിനിമയത്തിന് ഉപയോഗിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. റിയാസും കൂടി പറഞ്ഞിട്ടാണ് സിം എടുത്തു കൊടുത്തത് എന്ന് സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുമുണ്ട്. എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് ഈ ഒരു സുഹൃത്ത് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ സിം എടുക്കാൻ ആവശ്യപ്പെട്ട റിയാസിന് അത് എന്തിനാണ് എന്ന് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഹവാല ഇടപാടിൽ റിയാസിനും പങ്കുണ്ട് എന്ന തരത്തിലേക്ക് എത്തുമോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ആ കാര്യത്തിലൊക്കെ റിയാസിനും നല്ല അറിവുണ്ട്. കാരണം വീണ വിജയന് ഈ രീതിയിലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പണം അയക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം തന്നെയാണ്. അതിന് തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്പെർട്ടിൻ്റെ സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വിദേശ സുഹൃത്തുക്കളുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, സിം കാർഡ്, ആ സിം കാർഡ് മറ്റൊരാളുടെ പേരിൽ എന്തിനാണ് ഇവർ വാങ്ങിച്ച വീണ വിജയൻ, അത് മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് അതിനകത്ത് വെളിവാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആ വിവരം മൊഴി പറയുകയും ചെയ്തു. എൻ്റെ അടുത്ത് മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടാണ് ഒരു സിം കാർഡ് ഞാൻ എടുത്ത് കൊടുത്തത്. ആ സിം കാർഡിൽ കൂടി വലിയ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. കാരണം അവരുടെ ഷെയ്ഡി ട്രാൻസാക്ഷൻസൊക്കെ ഈ സിം കാർഡിൽ കൂടെ നടത്തി കഴിഞ്ഞാൽ അവരെ പിടിക്കില്ല എന്നുള്ള ഒരു ബുദ്ധിയായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. കാരണം സുഹൃത്ത് അങ്ങനൊരു മൊഴി കൊടുക്കുക തന്നെയല്ല, ഇങ്ങനെയുള്ള ഇടപാടുകൾക്കൊന്നും സുഹൃത്ത് കൂട്ടുനിന്നിട്ടില്ല, അയാൾക്ക് അത് അറിഞ്ഞും കൂടാ. അപ്പോൾ അതേപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ മുഹമ്മദ് റിയാസിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് മുഹമ്മദ് റിയാസിനും വലിയ പങ്കുണ്ട്. അത് വീണ വിജയനെക്കാട്ടിലും കുറച്ച് മുകളിൽ നിൽക്കുന്ന പങ്കുകളായിട്ടാണ് ഇപ്പം വരുന്നത്. കാരണം അതിനകത്ത് മൊഴി കൊടുക്കുമ്പോൾ വീണ വിജയന് പല കാര്യത്തിലും മൊഴി തൃപ്തികരമായി കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് അച്ഛനറിയാം എന്നൊക്കെ അന്നേ പറഞ്ഞു. അച്ഛനറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും അച്ഛനറിയാത്ത കാര്യങ്ങൾ ഭർത്താവായ മുഹമ്മദ് റിയാസിനെ അറിയുള്ളൂ. അപ്പോൾ അത് ഒരു കുരുക്ക് തന്നെയാണ്. രണ്ടുപേരും ഒരുപോലെ ലയബിളായിട്ട് തന്നെ ഈ കേസിനകത്ത് വരും എന്നാണ് ഞാൻ കരുതുന്നത്. റിയാസിൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് ഹവാല ഇടപാടുകൾ നടത്തിയത് എന്നാണ് ED കണ്ടെത്തിയതും അവർ പറയുന്നതും. ED പരിശോധന നടത്തിയത് അതുകൊണ്ടാണ്. ദുബായിലേക്ക് കൈമാറിയ പണം ഹവാല ഇടപാടിൻ്റെ ഭാഗമാണ് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. റിയാസിൻ്റെ പങ്ക് ഇതിൽ കൂടുതൽ വ്യക്തമാകുകയാണോ, അതോ റിയാസിനെ കുടുക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത്? കാരണം അങ്ങനെയുള്ള
ഈ ഹവാല ഇടപാടുകളൊന്നും വീണ വിജയന് തന്നെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പുറത്തുള്ള ആൾക്കാരുടെ സഹകരണം വേണം. ആ സഹകരണം എല്ലാം ഉണ്ടെങ്കിലേ ഈ ഹവാല ഇടപാടുകളൊക്കെ നടത്താൻ ഒക്കുള്ളൂ. അത് മുഹമ്മദ് റിയാസ് അതിൻ്റെ കോണ്ടാക്റ്റിലെ ആൾക്കാരെ ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ ഒക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പടി മുകളിലേക്ക് അന്വേഷണം പോകും. അത് മുഹമ്മദ് റിയാസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുരുക്കിലാവും. കാരണം ഇലക്ഷന് നല്ലൊരു ഫണ്ട് ചിലവായിട്ടുണ്ട്. അതിൻ്റെ സോഴ്സ് ഏത് വഴിക്ക് വന്നു എന്ന് അന്വേഷിക്കാനൊരു ബാധ്യത ഇഡിക്ക് വരികയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് രണ്ടുപേരും മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ കുരുക്കിലായി എന്ന് തന്നെ പറയാം. ഇവിടെ ദുബായിലേക്ക് അനധികൃത വിദേശ പണമിടപാട് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഫെമ വകുപ്പുകൾ റിയാസിന് നേരെയും വരുമോ? മന്ത്രിയായിരുന്നപ്പോൾ സ്വാധീനം ഉപയോഗിച്ച് ഹവാല ഇടപാടുകളെ സഹായിച്ചു എന്നൊക്കെ ആരോപണങ്ങൾ പലരും ഉയർത്തുന്നുണ്ട്. അതൊക്കെ തെളിയുമോ? എങ്ങനെയാണ് സാർ കണക്ക് കൂട്ടുന്നത്? തീർച്ചയായിട്ടും അത് വരും. ഫെമ ഇടപാടിൽ നല്ലൊരു റോള് മുഹമ്മദ് റിയാസിനുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ദുബായിലെ ഇടപാടുകൾ പലതും അവിടെ മുഹമ്മദ് റിയാസും അദ്ദേഹത്തിൻ്റെ അളിയൻ അഥവാ മുഖ്യമന്ത്രിയുടെ ആയിരുന്ന പിണറായി വിജയൻ്റെ മകളോടൊപ്പം മകനും ദുബായിലാണ്. അദ്ദേഹവും അവിടെ ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ആണ് അവിടെ അദ്ദേഹത്തിൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ മണി ട്രാൻസാക്ഷൻ പലതും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലൂടെ പോയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഇടപാടുകളെല്ലാം ഏകദേശം ഒരു കംപ്ലീഷൻ എത്തിക്കഴിയുമ്പം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയെയും മകനെയും മുഖ്യമന്ത്രിയുടെ വൈഫിനെയും എല്ലാവരെയും ചോദ്യം ചെയ്യേണ്ടി വന്നെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ആരൊക്കെ ഇതിനകത്തൊക്കെ എന്തൊക്കെ റോളാണ് ചെയ്തതെന്ന് അവരെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അത് ഉറപ്പിക്കാനായിട്ട് ഈ ഇഡിക്ക് കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, വീണ വിജയന് പുറമെ റിയാസ് കൂടി സംശയ നിഴലിലാകുമ്പോൾ CPM വലിയ പ്രതിരോധത്തിലാവില്ലേ? നിയമപരമായി നേരിടും എന്നൊക്കെ പറയുമ്പോഴും തെളിവുകൾ കിട്ടിയാൽ അത് വലിയ ക്ഷീണമായിരിക്കില്ലേ CPMന്? മുഖ്യമന്ത്രിയുടെ കുടുംബം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയല്ല, അന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ കുടുംബം ഇത്തരം ഇടപാടുകളിലൂടെ നേട്ടമുണ്ടാക്കിയെന്ന സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതുകൂടി ശരിയാണ് എന്ന് വരില്ലേ? സ്വപ്ന സുരേഷിൻ്റെ ആരോപണം പലരും തള്ളിക്കളഞ്ഞു. പക്ഷേ ആരോപണങ്ങളെല്ലാം പലതും സത്യമാണ് എന്നാണ് ഇപ്പം വന്നു ചേരുന്നത്. കാരണം UAE കോൺസുലേറ്റിൽ നമുക്കറിയാമല്ലോ 21 പ്രാവശ്യം കോൺസുലേറ്റിൽ ഗോൾഡ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം വന്ന് 21ാമത്തെ പ്രാവശ്യം വന്നതിലാണ് പിടി വീണത്. ആ UAE കോൺസുലേറ്റിൽ വന്ന ആ പാഴ്സല് ഇവിടുത്തെ കസ്റ്റംസ് അന്നത്തെ കളക്ടർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് പൊട്ടിച്ചു. അപ്പോഴാണ് അതിനകത്ത് ഗോൾഡ് കണ്ടത്. കിലോ കണക്കിന് ഗോൾഡ് ആ കോൺസുലേറ്റിൽ കൂടെ വന്നു എന്ന് അന്ന് കണ്ടെത്തി. അതിനൊരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ അന്വേഷണം. അപ്പോൾ ഇതേ രീതിയിലുള്ള പാഴ്സലുകൾ ഏകദേശം 21 പ്രാവശ്യം 20 പ്രാവശ്യം കൂടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അത് എല്ലാം അതിനകത്തും ഗോൾഡ് കടത്തി എന്ന് അനുമാനിക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഗോൾഡ് വാങ്ങിച്ചവരെ പറ്റിയൊക്കെ ഒരു അന്വേഷണമൊക്കെ അന്ന് നടന്ന് പോയെങ്കിലും ഈ ഗോൾഡ് എങ്ങോട്ട് പോയി, ആർക്ക് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഡിയും അതുപോലെ തന്നെ മറ്റ് CBIയോ ആരെങ്കിലും അതൊക്കെ അന്വേഷിക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് സ്വപ്ന സുരേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ അന്നൊക്കെ ആരും വില കൊടുത്തില്ലെങ്കിലും ഇപ്പോഴേ അതിലേക്കൊരു അന്വേഷണം വരും. 20 കോടിയുടെ കണക്കൊപ്പിക്കേണ്ടി വരുമ്പം പല രീതിയിലുള്ള ഷെയ്ഡി ട്രാൻസാക്ഷനും ഹവാല ഇടപാടുകളും അതുപോലെ തന്നെ ബ്ലാക്ക് മണിയുടെ ഇടപാടുകളും ഒക്കെ കയറി ഇറങ്ങി വന്നെങ്കിലേ 20 കോടിയുടെ ഒരു കണക്ക് കിട്ടിയെന്നല്ലാതെ അതിൽ എത്രയോ ഇരട്ടി പണം വന്നു പോയിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. സാർ, ഇവിടെ മകളും മരുമകനും സംശയ നിഴലിലെത്തുമ്പോൾ സ്വാഭാവികമായും വിരലുകൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും നീളുമല്ലോ. CMRL ഇടപാടിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ രോഷത്തോടെ പ്രതികരിച്ച പിണറായി വിജയനെ നമ്മൾ മറന്നിട്ടില്ല, ജനങ്ങളും മറക്കാനിടയില്ല. പിണറായിക്ക് നേരെ നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ ED? തീർച്ചയായിട്ടും ആ ഫാമിലിക്ക് മുഴുവൻ കുഴുക്കാകും എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം അസംബ്ലിയിൽ ഒന്നിനും മറുപടി കൊടുത്തില്ല, രോഷത്തോടെയൊക്കെ മറുപടി കൊടുത്തു. ഈ ഇടപാടുകൾ ഇനി അദ്ദേഹം അറിയാതെ വെച്ചിട്ടാണ് മകളും മരുമകനും ആ ഗ്യാങ് നടത്തിയത് എന്ന് അദ്ദേഹം അല്ലെങ്കിൽ പറയേണ്ടി വരും.
അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ മനസ്സറിവ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും വിദേശ നാണ്യം ധാരാളം ചിലവായിട്ടുണ്ട്. കാരണം പല പ്രാവശ്യം 10-17 പ്രാവശ്യം വിസിറ്റ് നടത്തിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ USA അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലൊക്കെ അവിടെ ലോക്കലായിട്ട് അവർക്ക് ഫോറിൻ മണി വേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് ബ്ലാക്ക് മണി തീർച്ചയായിട്ടും അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അത് അവിടെ വിദേശ ഫണ്ടായിട്ട് അവിടുത്തെ പല രാജ്യങ്ങളിലും അമേരിക്ക ഉൾപ്പെടെ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് വിദേശ നാണ്യം ആവശ്യമാണ്. അത് മുഴുവൻ എങ്ങനെ വന്നു, അത് അവിടുന്ന് റേസ് ചെയ്തത് ഇവിടുന്ന് ബ്ലാക്ക് മണി അങ്ങോട്ട് പോയ ശേഷം ആയിരിക്കണം. അതിനുള്ള ആ രീതിയിലുള്ള അന്വേഷണത്തിലോട്ടൊക്കെ പോകുമ്പം കേസ് കുറച്ചുകൂടെ കടുപ്പത്തിലാവും. ഫെമയുടെ നിലവാരം എന്ന് പറയുമ്പം അത് ഡൽഹിയിലേക്ക് തന്നെ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യും, പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ്. കാരണം ED നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത പല പ്രശ്നങ്ങളും കേരളത്തിലെ പാർട്ടിക്കാർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പം വെളിയിലോട്ട് വരുന്ന ഇതാണ്. കാരണം അതിൻ്റെ റൂട്ട് കോസ് ഇപ്പം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ആ രീതിയിലുള്ള പല ഷെയ്ഡി ട്രാൻസാക്ഷനും ഉണ്ട്. പല CPM നേതാക്കന്മാരും വിദേശ രാജ്യങ്ങളിലൊക്കെ കറങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ പണം എവിടുന്ന് കിട്ടി? ആ ഫോറിൻ ഫണ്ട് ഇവിടെ അവർ ഒഫീഷ്യലായിട്ട് ആരെങ്കിലും റിസർവ് ബാങ്കിൽ നിന്ന് ഇവിടുന്ന് എടുത്തതാണോ, അതോ വിദേശത്ത് അവിടെ തന്നെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ബ്ലാക്ക് മണി അങ്ങോട്ട് പോയേ പറ്റുള്ളൂ, ഹവാല ഇടപാട് നടന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള EDയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ വൻ കുരുക്കിലേക്ക് ആണ് വീണ വിജയനും റിയാസും ഒക്കെ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ആ കുടുംബത്തിന് മറ്റംഗങ്ങൾക്കും തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. അവരുടെ കാര്യങ്ങളും അവർ ഈ രീതിയിൽ അവരും പല വിദേശ രാജ്യങ്ങളിൽ അവരുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാം ചോദ്യം ചെയ്യേണ്ടി വരും. ഈ മണിയുടെ സോഴ്സ് വിദേശത്ത് 10-17 തവണ പോയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ എത്രയോ കോടി രൂപ വിദേശ നാണ്യം വേണ്ടി വരും. അതിൻ്റെയൊക്കെ സോഴ്സ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ്.